5000 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധമായ കഅബ നിർമ്മിച്ചിട്ട് അവിടെ വെച്ചൊരു ദുആ ചെയ്തു. ആ ദുആ വളരെ ശ്രദ്ധേയമായ ദുആയാണ്. വെറുതെയല്ല പരിശുദ്ധമായ കഅബ പണിതത്. ആ കഅബ പണിതിട്ട് അങ്ങകലെ മാറി നിന്നുകൊണ്ട് ആ കഅബയിലേക്ക് നോക്കിയിട്ട് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വളരെ അർത്ഥവത്തായ ഒരു ദുആ ഉണ്ട്. ആ ദുആ സൂറത്തുൽ ബഖറ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഹജ്ജിന് പോകുന്നവർ ആരെങ്കിലും എന്റെ സദസ്സിലുണ്ടെങ്കിൽ ഹാജിമാർ ഈ ദുആ നിർബന്ധമായി നിങ്ങൾ അവിടെ പോയി ചെയ്യണം. ഇത് അതിന്റെ അർത്ഥം യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ചെയ്യണം, വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ رَبَّنَا وَاجْعَلْنَا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. പരിശുദ്ധമായ കഅബ നിർമ്മിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. മേസ്ത്രിയായി പ്രവർത്തിക്കുമ്പോ അതിന് മെക്കാടിന്റെ പണിയെടുക്കുന്നത് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ്. ഒരു ഉപ്പയും ഒരു മകനും അഹോരാത്രം പാടുപെട്ടിട്ട് പരിശുദ്ധമായ കഅബ നിർമ്മിക്കുമ്പോ ആ കഅബയുടെ പണി പൂർത്തിയാക്കിയിട്ട് അവരിരുവരും അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണേ അല്ലാ. ഈ ആവയിൽ നമ്മൾ മസ്ജിദ് നിർമ്മിച്ചില്ലേ, അവിടെയും നമ്മുടെ ദുആ എന്താണ്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, നിനക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനമാണ് നാഥാ, നീ ഇത് സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ. ഏതൊരു നന്മ പ്രവർത്തിച്ചാലും ഏതൊരു നന്മ ചെയ്താലും അല്ലാഹുവിനോട് നമ്മൾ അതിന്റെ കബൂലിയത്തിന് വേണ്ടി ദുആ ചെയ്യണേ. ബഹുമാനപ്പെട്ട സഹാബാക്കൾ പരിശുദ്ധമായ റമളാൻ വരുന്നതിന് 6 മാസം മുമ്പേ അല്ലാഹുവിനോട് ദുആ ചെയ്യും, അല്ലാഹുമ്മ ബല്ലിഗ്നാ ശഹ്റ റമളാൻ, റമളാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാ. നമ്മൾ റജബ് മാസത്തിലാണ് ദുആ ചെയ്യുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട സഹാബാക്കളുടെ ദുആ 6 മാസം മുമ്പേ അവർ തുടങ്ങുകയാണ്. അതോടുകൂടി തീരുന്നില്ല. പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞ് ചെറിയ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് 6 മാസക്കാലത്തോളം അവർ ദുആ ചെയ്യുമത്രേ. പടച്ചവനേ, ഞങ്ങളിൽ നിന്ന് ഈ റമളാനിനെ നീ സ്വീകരിക്കണേ അല്ലാ. അവിടെയും കബൂലിയത്തിന് വേണ്ടിയുള്ള ദുആയാണ്. അത് ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 1 മാസമല്ല, 2 മാസമല്ല, തുടരെ 6 മാസക്കാലത്തോളം ബഹുമാനപ്പെട്ട സഹാബത്തും മഹത്തുക്കളും മഹാന്മാരും അല്ലാഹുവിന്റെ ആരിഫീങ്ങളും ദുആ ചെയ്യുന്നു, റബ്ബേ, ഞങ്ങളുടെ പരിശുദ്ധമായ റമളാൻ നീ സ്വീകരിക്കണേ അല്ലാ. നമസ്കാരം കഴിഞ്ഞാലും നമ്മൾ ദുആ ചെയ്യുമ്പോൾ ചെയ്യാറില്ലേ, റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാത്തനാ വസിയാമനാ വഖിയാമനാ വറുകൂഅനാ വസുജൂദനാ. അല്ലാഹ്, ഞങ്ങളുടെ നമസ്കാരം, ഞങ്ങളുടെ ഖിറാഅത്ത്, ഞങ്ങളുടെ ഖിയാം, ഞങ്ങളുടെ നിൽക്കൽ, ഞങ്ങളുടെ റുകൂഅ്, ഞങ്ങളുടെ സുജൂദ് എല്ലാം
നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. അപ്പോൾ ഒരു ഖബൂലിയത്ത് ആവശ്യമാണ്. നമ്മൾ ഏത് നന്മ പ്രവർത്തിച്ചാലും അത് ഖബൂലിയത്ത് ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കണേ. അതാണ് 5000 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുത്തെ മകനോടൊപ്പം ആ പരിശുദ്ധമായ കഅബ പണിത് പൂർത്തിയാക്കിയിട്ട് ദുആ ചെയ്തത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അതുകൊണ്ട് ഹാജിമാരെ, ഹജ്ജിന് പോകുന്നവർ ഈ ദുആ മറക്കണ്ട കേട്ടോ. അവർ പരിശുദ്ധമായ കഅബ കാണുമ്പോ ആദ്യമായി അവർ ദുആ ചെയ്തു കൊള്ളട്ടെ. അല്ലാ, 60 വയസ്സായി എനിക്ക്, 40 വയസ്സായി എനിക്ക്, 35 വയസ്സായി എനിക്ക്, 80 വയസ്സായ ഞാൻ ഈ പരിശുദ്ധമായ കഅബയുടെ തിരുമുറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ 80 വർഷക്കാലയളവിൽ എന്റെ നമസ്കാരം, എന്റെ നോമ്പ്, എന്റെ ഇബാദത്ത്, എന്റെ ഖുർആൻ പാരായണം, എന്റെ തദ്കീർ, തഹ്ലീൽ, തസ്ബീഹ്, സ്വലാത്ത്, ഇതെല്ലാം നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. ഓരോ ഹാജിമാരും ദുആ ചെയ്യണേ. അവരുടെ നമസ്കാരങ്ങളും ഇബാദത്തുകളും സ്വീകരിക്കപ്പെടാൻ അതൊരു കാരണമായേക്കാം. അതിന്റെ തെളിവാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ തിരുക്കരങ്ങളെ കൊണ്ട് രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട് പരിശുദ്ധമായ കഅബയുടെ പണി പൂർത്തിയാക്കി അല്ലാഹുവിന്റെ ദർബാറിൽ തിരിഞ്ഞു നിന്ന് ദുആ ചെയ്തത്, അല്ലാ ഈ കഅബാലയത്തെ നീ സ്വീകരിക്കണേ അല്ലാ. അത് സ്വീകരിച്ചത് കൊണ്ടല്ലേ ഇന്ന് ലോകത്തെ മുസൽമാന്റെ കഅബ ഖിബ്ല, ആ കഅബയാക്കി അല്ലാഹു നിർണയിച്ചത്. കണ്ടോ, അല്ലാഹു സ്വീകരിച്ചതിന്റെ തെളിവാണ്. ഇന്ന അവ്വല ബൈത്തി വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്ക മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. ലോകത്തിന് ഹിദായത്തിന്റെ മാർഗമാണ്, മുബാറക്കായ ഗേഹമാ പരിശുദ്ധമായ കഅബ ശരീഫ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഗേഹമത്രേ, ആദ്യത്തെ മസ്ജിദ് കഅബയാണ്. ഇന്ന അവ്വല ബൈത്തി വുദിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട പ്രഥമമായ ആരാധനാലയം കഅബയാണ്. അത് ബക്ക എന്ന് പറയുന്ന മക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മക്കയ്ക്ക് പല പേരുകളുണ്ട്, കഅബയ്ക്കും പല പേരുകളുണ്ട്. അതിലൊരു പേരാണ് ബക്ക, കഅബയുടെ മറ്റൊരു പേരാണ് ബൈത്തുല്ലാഹ്. ഒരുപാട് പേര് കഅബയ്ക്കുണ്ട്, നാടിനുണ്ട്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്തു, അല്ലാഹ് നീ ഇത് സ്വീകരിക്കണേ, ഈ കഅബ സ്വീകരിക്കണേ. അല്ലാഹ് സ്വീകരിച്ചു. അത് കഅബയായിട്ട് അല്ലാഹു അംഗീകരിച്ചു, ഖിബ്ലയായിട്ട് അല്ലാഹു തആല അംഗീകരിച്ചു. എല്ലാവരും അതിലേക്ക് നോക്കിയാണ് നമസ്കരിക്കുന്നത്. നമ്മൾ ഇന്ന് ദുആ ചെയ്യുന്നത്, നമ്മൾ നമസ്കരിക്കുമ്പോ കഅബയിലേക്ക് നിന്നുകൊണ്ടാണ് നമ്മൾ നമസ്കരിക്കുന്നതെങ്കിൽ നമ്മുടെ ആ ഖിബ്ലയാണത്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയുടെ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചു എന്നുള്ളതാണ്. കഅബ സ്വീകരിച്ചു. നമുക്ക് ഹിദായത്ത് കിട്ടാനുള്ള വഴി പരിശുദ്ധമായ കഅബയാണ്. രാവിലെ ഖുനൂത്ത് ഓതുമ്പോ അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്, ഹിദായത്തിന് വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കുന്നത് ആ കഅബയിലേക്ക് തിരിഞ്ഞു നിന്നിട്ടല്ലേ. ദിനംതോറും 17 പ്രാവശ്യം നമ്മൾ കൈകെട്ടി ചോദിക്കാറില്ലേ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാ നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ നാഥാ. 17 പ്രാവശ്യം കരങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് റബ്ബിനോട് ചോദിക്കുന്നത് ആ കഅബയെ ലക്ഷ്യമിട്ടിട്ടല്ലേ. ഒരാള് മരിക്കുമ്പോ അവന്റെ മുഖം ആ കഅബയുടെ ഭാഗത്തേക്ക് തിരിച്ചു വെക്കപ്പെടാറില്ലേ. അവന്റെ മുഖം ആ കഅബയിലേക്ക് നോക്കി കിടക്കട്ടെ. അത് നമ്മുടെ ഖിബ്ലയാണ്. ആ ഖിബ്ലയെ കുറിച്ച് ഖബറിൽ ചോദ്യമില്ലേ. അതുകൊണ്ട് അല്ലാഹു സ്വീകരിക്കപ്പെട്ട ആ ആരാധനാലയം, അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്ത് നേടിയെടുത്തതാണെങ്കിൽ ഇന്ന് ആവിയിൽ ഒരു മദ്രസ നിർമ്മിക്കപ്പെട്ടാൽ നമ്മുടെ ഓരോരുത്തരുടെ ചുണ്ട് ചലിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അല്ലാഹ്, ഈ സാധുക്കളായ ഉമ്മമാരുടെ വിയർപ്പാണ് പടച്ചവനെ, ഈ സാധുക്കളായ ഇച്ഛാമാരുടെ വിയർപ്പാണ് പടച്ചവനെ. അന്നം തേടി വിദേശത്ത് പണിയെടുക്കുന്ന എത്രയോ സാധുക്കളായ പ്രവാസികളുണ്ടല്ലോ, അവരുടെ വിയർപ്പാണ് അല്ലാഹ്. ഈ കാണുന്ന മസ്ജിദും ഈ കാണുന്ന മദ്രസയും അവരുടെ വിയർപ്പിന്റെ അംശമാണ് റബ്ബേ. അതുകൊണ്ട് നാദാ തഖബ്ബൽ മിന്നാ, ഇത് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. പരിശുദ്ധമായ കഅബയ്ക്ക് വേണ്ടി ദുആ ചെയ്തതുപോലെ ഈ ആവിയിലുള്ള ഓരോ വ്യക്തികളുടെയും ദുആ അതായിരിക്കണം. പള്ളി നീ സ്വീകരിച്ചതുപോലെ ഈ മദ്രസ നീ സ്വീകരിക്കണേ അല്ലാഹ്. നമ്മുടെ വിയർപ്പിന്റെ അംശമാണത്. അത് അല്ലാഹ് നമുക്ക് ചെയ്ത ഒരു നിഅമത്താണ്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കൾ ഇന്ന് സാലിഹീങ്ങളാകാൻ കാരണം എവിടെയാണ്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറ്റൊരു ദുആയാണ്, റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദ് ഗൈരി ദീ സർഇൻ عند بيتك المحرم ربنا ليقيموا الصلاة. 5000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ കഅബ പണിത് പൂർത്തിയാക്കിയിട്ട് ആ കഅബയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഒരു ഉമ്മയെയും ഒരു കുഞ്ഞിനെയും വിട്ടിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തത് ഓർമ്മയുണ്ടോ? പടച്ച റബ്ബേ, ഈ കഅബയുടെ ഓരത്ത് ഞാനിതാ എന്റെ കുടുംബത്തെ ഞാൻ നിന്റെ മുന്നിലേക്ക് സമർപ്പിക്കുകയാ. എന്തിനാണ് നാദാ? ലിയുഖീമുസ്സലാ, അവർ നമസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണല്ലോ. അപ്പോൾ സംസ്കാരം പഠിപ്പിക്കുന്നത് പള്ളിയോട് ചേർന്നുള്ള മദ്രസയിലാണ് കേട്ടോ. എന്താണ് സൽ സ്വഭാവമെന്ന് പഠിപ്പിക്കുന്നത് പള്ളിയോട് ചേർന്ന മദ്രസയിലാണ് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും മസ്ജിദിനോട് ചേർന്നായിരിക്കണം മദ്രസ ഉണ്ടാകേണ്ടത്. അത് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കുള്ള തെളിവുകളാ. മഹാനായ ഇബ്രാഹിം നബി ദുആ ചെയ്തതും അങ്ങനെ തന്നെയാണ്. എന്റെ മക്കൾ IAS കാരനാവാനല്ല, IPS കാരനാവാനല്ല, MBA കാരനാകാനല്ല, B.Ed കാരനാകാനല്ല. അല്ലാഹ് റബ്ബനാ ലിയുഖീമുസ്സലാ, എന്റെ മക്കൾ നമസ്കാരമുള്ളവനാകട്ടെ, നിന്നെ ഭയപ്പെടുന്നവനാകട്ടെ, മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുന്ന സാലിഹീങ്ങളായ സന്താനങ്ങളാകട്ടെ. അതിനുവേണ്ടി അവരെ സംസ്കരിച്ചെടുക്കാനാണ് നാദാ ഈ മസ്ജിദിന്റെ ഓരത്ത്, ഈ കഅബയുടെ തിരുമുറ്റത്ത് എന്റെ കുടുംബത്തെ ഞാൻ നിക്ഷേപിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ ദുആ അതാണ്. എന്തിനാണ് മദ്രസയിൽ മക്കളെ വിടുന്നത്? ഇബ്രാഹിം നബി നമുക്ക് പാടാണ്. ഇബ്രാഹിം നബി ചെയ്ത ദുആയാണ്. ആരാണ് ഈ മക്കൾക്ക് മദ്രസയിൽ, ഈ മദ്രസയില്ലെങ്കിൽ ഈ മക്കൾക്ക് ആരാണ് നമസ്കാരം എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഉമ്മയുടെ മഹത്വം ആരാണ് പഠിപ്പിച്ചു കൊടുക്കുക? ഉപ്പയുടെ മഹത്വം ആരാണ് പഠിപ്പിച്ചു കൊടുക്കുക? മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഏതൊരു സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് സമുദായമേ, ഈ മക്കൾ നന്നാകണോ, ഈ മദ്രസയിലേക്ക് അവരെ പറഞ്ഞു വിടണം. ആ മദ്രസയിലാണ് പഠിപ്പിക്കുന്നത്. മോനെ, നീ ഒന്ന് ദുആ ചെയ്യണേ. ഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹ്, എന്റെ ഉമ്മയോടും എന്റെ ഉപ്പയോടും നീ കരുണ ചൊരിയണേ നാദാ. എന്റെ
എന്റെ ശൈശവത്തിൽ, എന്റെ ബാല്യത്തിൽ, എന്റെ കൗമാരത്തിൽ, എന്റെ യൗവനത്തിൽ എന്നോട് കരുണ ചെയ്തവർ അവരാണ് അല്ലാഹ്. എന്റെ കാഷ്ടം വാരിയവരാണ്, എന്റെ മൂത്രം തുടച്ചു മാറ്റിയവരാണ്, ഞാൻ കരയുമ്പോൾ എന്നെ താരാട്ട് പാടി ഉറക്കിയവരാ. അവർ പട്ടിണി കിടക്കുമ്പോ ഞാൻ വിശന്ന് കരഞ്ഞാൽ അവരുടെ പട്ടിണി മറച്ചു വെച്ചിട്ട് എന്റെ വയറ് നിറപ്പിച്ച ഉമ്മയാണ്, ഉപ്പയാണ്. അല്ലാഹുവേ, അവരോട് നീ കരുണ ചൊരിയണേ നാദാ. പരിശുദ്ധ ഖുർആനിൽ ഈ ഒരു ദുആ അല്ലാഹു നമ്മളോട് പഠിപ്പിച്ച് തരണമെങ്കിൽ 1-ാം ക്ലാസ് മുതൽ ബിഎഡ് വരെ നിങ്ങൾ സ്കൂളിൽ പഠിക്കാൻ പോയിക്കോ. ഏതെങ്കിലും ഒരു പാഠപുസ്തകത്തിൽ നിന്നെ ഈ ദുനിയാവിലേക്ക് കൊണ്ടുവന്ന രക്ഷകർത്താക്കളായ മാതാപിതാക്കളുണ്ടല്ലോ, അവരോടുള്ള കടമ എന്തെന്ന് പഠിപ്പിക്കാൻ ഒരധ്യായമുണ്ടോ? സ്കൂളിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും സ്കൂളിന്റെ പാഠപുസ്തകത്തില് LKG മുതൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വലിയ താല്പര്യം കാണിക്കുന്നല്ലോ നിങ്ങൾ. മദ്രസയുടെ പഠനമല്ല വലുത്. ഇംഗ്ലീഷ് മീഡിയത്തിൽ CBSE ഒക്കെ നമ്മൾ കൊണ്ടുപോയി പഠിപ്പിച്ച് മക്കളെ വലിയ ഉന്നത നിലവാരത്തിലേക്ക് കൊണ്ടുവരുത്താൻ അതിനുവേണ്ടി പണിയെടുക്കുന്ന, പരിശ്രമിക്കുന്ന നിങ്ങൾ ഓർക്കണം. LKG മുതൽ 12-ാം ക്ലാസ് വരെ നമ്മൾ സ്കൂൾ തലങ്ങളിൽ, ഭൗതിക തലങ്ങളിൽ പഠിപ്പിക്കുമ്പോ ഏതെങ്കിലും ഒരു പാഠപുസ്തകത്തിന്റെ ഒരു പേപ്പർ തനിക്ക് ഹരിശ്രീ പഠിപ്പിച്ചു തരുന്ന അധ്യാപകനോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ഒരു പാഠപുസ്തകത്തിൽ എവിടെയെങ്കിലും? എന്തായാലും പരിശുദ്ധമായ മദ്രസയിലേക്ക് കടന്നു വരണേ. ആ മദ്രസയിൽ നിങ്ങളോട് പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ ഉസ്താദ്, മുഅല്ലിം ആരാ, അവരോടുള്ള മഹത്വം എന്താണ്, അവർക്ക് സലാം പറയണേ, അവരെ കണ്ടാൽ എഴുന്നേൽക്കണേ, അവരെ നിങ്ങൾ ആദരിക്കണേ, അവരെ നിങ്ങൾ ബഹുമാനിക്കണേ, അവരോട് കയർത്ത് സംസാരിക്കരുതേ, അവരെ നിങ്ങൾ ഭീഷണിപ്പെടുത്തരുതേ. അങ്ങനെ ആ കുഞ്ഞുമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ടാ എത്ര വളർന്നു വലുതായാലും തന്റെ ഉസ്താദിനെ കാണുമ്പോൾ ആദരവോടുകൂടി, ബഹുമാനത്തോടുകൂടി ആ മക്കൾ അവരെ സ്വീകരിക്കുന്നത്. എന്നാൽ സ്കൂളുകളിൽ ആദ്യ അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകനെയും അവിടുത്തെ ഹെഡ് മാസ്റ്ററിനെയും തന്റെ മുറിയിൽ പോയി പൂട്ടിയിടുന്നത് ആരാ? തന്റെ വിദ്യാർത്ഥികളല്ലേ, തന്റെ പഠിതാക്കളല്ലേ? തന്റെ അധ്യാപകന്മാരുടെ മുന്നിൽ ചെരുപ്പടിത്തടിക്കാനും, അവരെ തെറി വിളിക്കാനും, അവരെ ആക്രോശിക്കാനും, അവരുടെ മുന്നിൽ കൊടി ഉയർത്തി സിന്ദാബാദ് വിളിക്കാനും, അവരെ ഭീഷണിപ്പെടുത്താനും തയ്യാറാകുന്നത് ആ വിദ്യാർത്ഥി മിത്രങ്ങളല്ലേ? എന്തേ അതിന്റെ കാരണം? പാഠപുസ്തകത്തിന്റെ ഒരു പേപ്പറിൽ പോലും ഈ അധ്യാപകനോടുള്ള കടമ എന്താണ്, ബാധ്യത എന്താണെന്ന് ഒരു പേപ്പറിന്റെ ഒരു മൂലയിൽ പോലും പഠിപ്പിക്കുന്നേ ഇല്ല. അതുകൊണ്ട് തന്റെ ഗുരുനാഥനോടുള്ള മഹത്വം അവർ വീഴ്ച വരുത്തുകയാണ് ചെയ്യുന്നത്. ഇത് പഠിപ്പിക്കുന്ന ഗേഹമാണ് മദ്രസ. അതുകൊണ്ട് ഉസ്താദുമാരെ കാണുമ്പോ നമ്മുടെ വിദ്യാർത്ഥികൾ എഴുന്നേറ്റ് നിന്നവരെ സ്വീകരിക്കുകയാണ്. അത് പഠിപ്പിക്കുന്നത് മദ്രസയിലാണ്, സ്കൂളിലില്ല. സ്കൂളിൽ എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? 1-ാം ക്ലാസ് മുതൽ പഠിക്കുന്ന ഏതെങ്കിലും പാഠപുസ്തകത്തിൽ അധ്യാപകനോടുള്ള മഹത്വം എന്തെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? മാതാപിതാക്കളോടുള്ള മഹത്വം എന്തെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ഭാര്യമാരോടുള്ള മഹത്വം എന്തെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ഭർത്താക്കന്മാരോടുള്ള മഹത്വം എന്തെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? മാതാപിതാക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടുള്ള ബാധ്യത എന്തെന്ന് പഠിപ്പിക്കുന്നുണ്ടോ?